പ്രിയമുള്ളവരെ, ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇതൊരു വലിയ സമ്മേളനമാണ്. ഒരുപാട് പേര് പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രസംഗത്തിൽ വിശ്വസിക്കാത്ത ഒരാളും കൂടിയാണ്. ഒരുപാട് പ്രസംഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഇപ്പോഴും. പക്ഷേ പ്രസംഗങ്ങളിൽ താല്പര്യം കുറഞ്ഞ ഒരാളാണ്. എൻ്റെ പാർട്ടിയിൽ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് പ്രസംഗങ്ങൾ ഒഴിവാക്കണമെന്ന്, കാര്യം പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉറപ്പ് പറയാണ്, പ്രസംഗിക്കില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി മാത്രം എൻ്റെ ഒരുപാട് അസൗകര്യങ്ങൾ മാറ്റിവെച്ച് വന്നതാണ്. എൻ്റെ സ്വന്തം ചെലവിൽ അത് ചെയ്യുന്നത് സമൂഹത്തോടും മെഡിക്കൽ വിദ്യാർത്ഥികളോടും എനിക്കത് ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാളാണ്. 700 രൂപ ഒരു വർഷം ഫീസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ ഫീസ് എന്ന് പറഞ്ഞാൽ വലിയ സബ്സിഡിയാണ്. അന്ന് തന്നെ കണക്കാക്കിയിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ ഉൽപ്പാദിപ്പിക്കാൻ 10 ലക്ഷം രൂപയാകുമെന്നാണ്. 10-40 കൊല്ലം മുമ്പാണ്. പക്ഷെ അത് അപ്പോൾ ബാക്കി മുഴുവൻ പൈസ സർക്കാർ സബ്സിഡൈസ് ചെയ്തതാണ്. സർക്കാരിൻ്റെ പൈസ എന്ന് പറയുന്നത് മരം കുലുക്കിയിടുന്നതോ മുഖ്യമന്ത്രിയുടെ പൈസയല്ല, നിങ്ങളുടെ കപ്പൂപ്പന്മാരുടെയോ അച്ഛൻ്റെയോ ഒക്കെ നികുതി പണത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഈ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ പഠിച്ചവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അല്ലെ, പ്രൈവറ്റ് പഠിച്ചവർക്കും അങ്ങനത്തെ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാമൂഹ്യ ഉത്തരവാദിത്വം മനസ്സിലാക്കി വന്നതാണ്, പങ്കെടുക്കേണ്ട പല ചടങ്ങുകൾ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം ചില വിഷയങ്ങൾ എനിക്ക് എളുപ്പത്തിൽ അവതരിപ്പിച്ച് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരം തരിക എന്നുള്ളതാണ്. എല്ലാം പറയാം. ഇപ്പം എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാട് ദിവസങ്ങളൊക്കെ വേണ്ടി അതിന് അവസരമുണ്ട്. എൻ്റെ ഇമെയിലും വാട്സാപ്പും ഒക്കെ ഫോൺ നമ്പറും ഒക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഡോക്ടർ SS എന്ന് അടിച്ചു കഴിഞ്ഞതൊക്കെ കിട്ടും. നിങ്ങളോട് എപ്പോഴും സംസാരിക്കാം. ഞാൻ പ്രൊഫസർ കൂടിയാണ്. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കോഴ്സ് നടത്തുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്, പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിരന്തരമായ പഠനവും നിരന്തരമായ പഠിപ്പിക്കലും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഈ ഇപ്പം പറഞ്ഞത് മാത്രം അല്ലെങ്കിൽ എല്ലാം ഇവിടെ പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. 3-4 കാര്യങ്ങളാണ് എന്നോട് ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞത്. അത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഈ കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് മോഡൽ, പിന്നെ ഒന്ന് എൻ്റെ ആഗോള അനുഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഹെൽത്ത് പോളിസിയൊക്കെ മാറേണ്ടതിൻ്റെ ആവശ്യകത, പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉള്ള നൈതികത, തുല്യത, പിന്നെ ഈ പുതിയ പ്രൈവറ്റൈസേഷൻ. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പറയാം, എല്ലാത്തിലും ഒരു അവസാന അഭിപ്രായം പറയാവുന്ന രീതിയിലല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ചോദിച്ചോട്ടെ, ഈ ഇവിടെ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല, എന്നാലും ഞാൻ ചോദിക്കാൻ കാരണം പറയാം. ഈ മെഡിക്കൽ അല്ലെങ്കിൽ മറ്റ് സമാനമായ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവരാണ്. നിങ്ങൾ ഇതിനകത്ത് ഇഷ്ടത്തോടെ, സ്വന്തം ഇഷ്ടത്തോടെ, സ്വന്തം തീരുമാനപ്രകാരം ഈ കോഴ്സിന് ചേർന്നവരെന്ന് കൈപൊക്കാവോ? സ്വന്തം ഇഷ്ടത്തിലല്ലാതെ വന്നവരും ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ഇത് പൂർണ്ണ ഇഷ്ടത്തോടെ നിങ്ങൾ ഈ പഠിക്കുന്ന കോഴ്സ് പഠിക്കുന്ന എത്ര പേരുണ്ട്? വീണ്ടും കുറവാണ്. ഇത് നമ്മൾ മറന്നു പോകുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോഴും ഇതുപോലെയാണ്, 5-6 പേരെ കൈപൊക്കിയുള്ളൂ. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോൾ, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോൾ ആരും കൈപൊക്കിയില്ല. ഞാൻ പറഞ്ഞു, അവർ ആത്മാർത്ഥയെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. പല കുട്ടികളും ഉണ്ട്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു ഡോക്ടറിൻ്റെ മകളും ഉണ്ട്. സാറേ, അമ്മ എന്നെ കൂടെ കൊണ്ടിട്ടിരിക്കുകയാണ്, എനിക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 4-5 വർഷം മുമ്പ്. ഒരാൾ പറഞ്ഞു, സാറേ, എനിക്കൊരു സിനിമാ സംവിധായകനാകാനാണ് ആഗ്രഹം, പക്ഷേ എന്നെ എൻട്രൻസ് എഴുതിച്ച് ഇവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ്. സാർ, എൻ്റെ അമ്മയോട് അച്ഛനോട് സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എവിടെ പറയുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം തന്നെ നോക്കുക. ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ച ആളാണ്, ഇപ്പോഴും ഭാഗികമായിട്ട് പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. പലയിടത്തും ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, അച്ഛനും അമ്മയും മലയാളികളാണ്, പരിചയപ്പെട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിനോട് മെഡിക്കൽ അനുഭവങ്ങളെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു, ഫസ്റ്റ് ഇയർ 2 കുട്ടികൾക്കായിട്ടൊരു പൂച്ചക്കുട്ടിയെ വളർത്താൻ കൊടുക്കും, 6 ആഴ്ച പ്രായമുള്ള. അതിന് 6 മാസം വരെ വളർത്തിയിട്ട്
തിരിച്ചു കൊടുക്കണം. പൂച്ചക്കുട്ടി ചത്തുപോയാൽ ആ അസൈൻമെൻറ്റ് മാർക്കില്ല. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പൂച്ചക്കുട്ടിയെ പറ്റി ആലോചിക്കും, ഭക്ഷണം കഴിച്ചോ, പാല് കഴിച്ചോ എന്നൊക്കെ. അപ്പോൾ ഈ എമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. അതിൻ്റെ അർത്ഥം അമേരിക്കയിൽ എല്ലാ ഡോക്ടർമാരും എമ്പതിയുള്ളവരെന്ന അർത്ഥത്തിലല്ല. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ ഒരു പരിശീലനവും ഇല്ലാതെയാണ് വരുന്നത്. ഈ ചർച്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചർച്ച ഉണ്ടായി. അവിടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചറിന് TTC എങ്കിലും വേണം. ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞാൽ 1-ാം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് 7-ാം ക്ലാസ് വരെ കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റും. ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ BEd വേണം. മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ ഡിഗ്രി മാത്രം മതി. ഇയാൾക്ക് പഠിപ്പിക്കാൻ അറിയാവോ, വിഷയം അറിയാവോ എന്ന് ചോദ്യം മാർക്ക് ലിസ്റ്റ് മാത്രം, അല്ലെങ്കിൽ ടെസ്റ്റിലെ മാർക്ക് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതേ പ്രശ്നം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുമുണ്ട്. നമ്മൾ ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൻ്റെയൊക്കെ പ്രശ്നം പറയേണ്ടി വരുന്നത്, അയാൾ അധ്യാപകനാണെന്ന് അയാൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഒരു സിസ്റ്റം അയാൾ അധ്യാപനത്തിന് പറ്റിയ ആളാണോ എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല. അവിടെ തുടങ്ങുകയാണ്. ഞാൻ എല്ലാ വിഷയങ്ങളെയും പോകല്ല. നമ്മുടെ കാര്യം ഇതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാൾ എനിക്ക് മുമ്പേ ചേർന്നിട്ട് 2-3 വർഷം പരീക്ഷ എഴുതാൻ എൻ്റെ ബാച്ചിലും എത്തി. ഞങ്ങളുടെ ക്ലാസ്സിലൊന്നും പരീക്ഷ എഴുതിയില്ല. ഒരു സുപ്രഭാതത്തിൽ അയാൾ കോളേജ് ഉപേക്ഷിച്ച് പോയി. മെഡിക്കൽ എൻട്രൻസിൽ വന്ന ആളാണ്. പിന്നീട് അന്വേഷിച്ചാൽ പറഞ്ഞു BComന് ചേർന്നെന്ന്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിടാ MBBS കിട്ടിയവൻ പോയി BComന് ചേരുമെന്ന്. ഒരു 10-15 വർഷം കഴിഞ്ഞ് ഡൽഹി ചെന്നപ്പോൾ അയാളൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ബ്യൂറോ ചീഫാണ്. നന്നായി ശോഭിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വരണോ, എല്ലാവർക്കും പൂച്ചയെ വളർത്താൻ തരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊരു പരിശോധന പോലും ഇല്ലാതെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും വരുന്നത്. അവിടെ തൊട്ട് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തോട് താല്പര്യവും. ഇപ്പോൾ അമേരിക്കൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകുന്നു, പ്രീ മെഡിക്കൽ വിദ്യാർത്ഥികൾ. അമേരിക്കൻ തിരുവനന്തപുരത്ത് പരിചയം വഴി മലയാളികളൊക്കെയാണ് വരുന്നത്. അവർക്ക് സാമൂഹ്യ സേവനം അത് ചെയ്താലേ, ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് ചെയ്താലേ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ പരിഗണിക്കപ്പെടുക പോലുള്ളൂ. മാർക്ക് മാത്രമല്ല, മാർക്ക് വേണം. പക്ഷെ അവർ ഇവിടെ വന്നിട്ട് അവിടെയും അവർ അനാഥാലയങ്ങളിൽ പോയി പ്രവർത്തിക്കും, ഇവിടെ ജോലി ചെയ്യും, ഇവിടെ വന്ന് ജോലി ചെയ്യും. അപ്പോൾ അവരുടെ താല്പര്യം കാണിച്ചാൽ മാത്രമേ മെഡിക്കൽ അഡ്മിഷൻ പരിഗണിക്കുക പോലും. നമ്മളോട് പറയുന്നത് മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു നീസിനെ അടുത്ത കാലത്ത് മെഡിക്കൽ പഠനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മെഡിക്കൽ പഠനത്തിന് പേരൻസ് തീരുമാനിച്ചു ഇവിടെ കിട്ടിയില്ലെങ്കിൽ വെളിവിടാനുള്ള പൈസ ഇട്ട്. അവൾ പറഞ്ഞ് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളെ രക്ഷപ്പെടുത്തി ലിബറൽ ആർട്സ് എന്നൊരു വിഷയം പഠിപ്പിക്കുകയാണ്. അവൾ വളരെ സന്തോഷത്തോടെ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് മെഡിക്കൽ പഠനം എല്ലാവർക്കും പറ്റുന്നതല്ല, അത് മാത്രമല്ലൊരു പരിഹാരം. മെഡിക്കൽ പഠനത്തിലേക്ക് നമ്മൾ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ കുട്ടികളെ ഉൽപ്പാദിച്ചുകൊണ്ട് കയറ്റുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു വലിയ വിശാലമായ ഒരു വലിയൊരു പ്രശ്നത്തിൻ്റെ ഒരു അറ്റത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇനി പെട്ടെന്ന് എനിക്ക് പറയേണ്ട 4 കാര്യങ്ങൾ പറയാം. കേരള മോഡൽ എന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? TV കണ്ട കേരള മോഡൽ കേട്ടുപോകും. കേരള മോഡൽ എന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഒരു മോഡലായിട്ടാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. കേരള ഹെൽത്ത് മോഡൽ എന്ന് പറയുന്നത് 70കളിലൊക്കെ ചർച്ചയായ വിഷയമാണ്. വളരെ സിമ്പിളാണ്. എന്താണ് കേരള ഹെൽത്ത് മോഡൽ? ഇതുപോലത്തെ മോഡലുകളുടെ പല നാടുകളുമുണ്ട്. കുറഞ്ഞ വരുമാനമുള്ളൊരു പ്രദേശത്ത് മെച്ചപ്പെട്ട ആരോഗ്യ സൂചികകൾ. സാധാരണ പൈസ ഉള്ളിടത്താണ് ആരോഗ്യമുള്ളത്, നമുക്കറിയാം. പക്ഷെ അത്രയും ധനമില്ലാത്തൊരു പ്രദേശത്ത് മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യം. ഇതിപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയിൽ സാമ്പത്തികമായിട്ട് 25ാം സ്ഥാനം, 21, 25 ഒക്കെ സ്ഥാനമുള്ളപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനമാണ്. മന്ത്രിസഭകൾക്കൊക്കെ അതിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ മന്ത്രിസഭകൾ ഉണ്ടാക്കിയെടുത്തതല്ല നമ്മുടെ ആരോഗ്യത്തിന് 1ാം സ്ഥാനം എന്ന് മനസ്സിലാക്കണം. ഞാനിടയ്ക്ക് ഒരു ചർച്ചയിൽ ഒരു മന്ത്രിയോട് തന്നെ ചോദിച്ചു, എന്നാൽ പിന്നെ ഈ മന്ത്രിസഭ കൊണ്ട് ബീഹാറിൽ വെച്ചാൽ പോരെ, ഇതേ മന്ത്രിമാരെ, ബീഹാർ അങ്ങ് ശരിയാകില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കേരളത്തിന് തനതായ കുറേ മേന്മകളുമുണ്ട്. 42 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നത് ഏതെങ്കിലും സർക്കാർ ഉത്തരവിനെ മാനിച്ചിട്ടല്ല, അത് പണ്ടേ ഒഴുകുകയാണ്. അപ്പോൾ അത് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വെള്ളം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യം നേരിട്ട് ബാധിക്കുകയാണ്. ഈ നദികളെല്ലാം തമിഴ്നാട്ടിലേക്കായിരുന്നെങ്കിൽ ഒഴുകിയിരുന്നെങ്കിൽ തമിഴ്നാട് നമ്മളെക്കാൾ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ടായിരുന്നേനെ.
തമിഴ്നാടൊക്കെ ആരോഗ്യത്തിൽ വളരെ പൊങ്ങി വരുന്നത് ഈ അവരുടെ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാ വിഷയങ്ങളിലേക്കും പോകുന്നില്ല. പലപ്പോഴും മന്ത്രിമാരാണ് ആയുർദൈർഘ്യം കൂട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്കൊക്കെ ചെറിയ കോൺട്രിബ്യൂഷനേ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചപ്പോൾ ക്ലാസ് ടീച്ചർ പറയുകയാണ്, ഞാൻ ക്ലാസ് ടീച്ചറായണ്ട അവന് സ്റ്റേറ്റിൽ റാങ്ക് കിട്ടിയെന്ന് പറയുന്ന പോലത്തെ മണ്ടത്തരമാണ്. ഒന്നിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ കള്ളം പറയുന്നതാണ്. ഒരു മന്ത്രി ഒരു മന്ത്രിസഭ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആയുർദൈർഘ്യം കൂട്ടാൻ പറ്റില്ല. ഒരുപാട് വർഷത്തെ 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങണമെങ്കിൽ LKG തൊട്ടുള്ള പഠനം, അധ്യാപകർ, കൂട്ടുകാർ, വളർത്തിയ രക്ഷകർത്താക്കൾ, സമൂഹം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരാൾ 10ാം ക്ലാസ് റാങ്കുകാരനാക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനം ഒരാളുടെ, അത് ഏത് പാർട്ടിയായാലും, ഒരു മന്ത്രിസഭയുടെ ഒരു മന്ത്രിയുടെ ഒന്നും കോൺട്രിബ്യൂഷൻ, അവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ കേരളത്തിലെ സ്ത്രീകൾക്കാണ്. സ്ത്രീ സാക്ഷരത എവിടെ കൂടുതലാണ് അവിടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ എനിക്കറിയാം, ഓർമ്മയുണ്ട്, ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് കഷ്ണം താഴെ വീണ് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അപ്പോൾ അത് മാറ്റിക്കളയും. താഴെ വീണ് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ സഹായത്തിക്കുന്ന ചേച്ചി പോലും തരില്ല. ഞാൻ 8 വർഷം മുമ്പ് ബോംബെയിൽ നിൽക്കുമ്പോൾ ഈ സ്ലം ഡോഗ് മില്യണറൊക്കെ നമ്മൾ സിനിമ ചീത്ത് പറയും, പക്ഷെ ഞാൻ അത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ബോംബെയിലെ സ്ലംസിലൊക്കെ ചേരികളിൽ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് അഴുക്കുചാലിലേക്കാണ്. അത്രേ ഉള്ള സ്ഥലം ഇറങ്ങുന്ന അഴുക്കുചാലിലേക്കാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെ ബ്രെഡ് താഴെ വീഴും, അവൻ അത് തന്നെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അത്രയും വ്യത്യസ്തതയുള്ള പ്രദേശങ്ങളോട് നമ്മൾ താരതമ്യം ചെയ്തിട്ടാണ് കേരള നമ്പർ 1 ആണെന്ന് പറയുന്നത് ഓർക്കണം. കേരള നമ്പർ 1 ആണെന്ന് യഥാർത്ഥമാണ്. അത് നമ്മുടെ ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക് കുറവ്, മാതൃമരണ നിരക്ക് കുറവ്, നമ്മുടെ വാക്സിൻ കവറേജ് കൂടുതൽ, പ്രാഥമിക ആരോഗ്യം, ഇതെല്ലാം ഉള്ളതാണ്. ഇതിനൊക്കെ കാരണം കേരള ജനതയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടിയ, പല കാരണങ്ങളുണ്ട് വിദ്യാഭ്യാസം കിട്ടിയ ജനതയായതുകൊണ്ടാണ്. സ്ത്രീ സാക്ഷരതയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്. അപ്പം ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചർച്ച ചെയ്യാൻ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതെങ്കിലും ഇന്നത്തെയോ നാളത്തെയോ മന്ത്രി വന്നിട്ട് ഞാൻ ഭരിച്ചുകൊണ്ട് കേരള നമ്പർ 1 ആയാലും ഞങ്ങൾ ഭരിച്ചുകൊണ്ട് ആയെന്ന് പറയുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ശക്തി വേണം. ഇതേ പാർട്ടികൾ തന്നെ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, ഏത് പാർട്ടിയായാലും നമ്പർ 1 ആകുന്നില്ലല്ലോ. കേരളം ആയതുകൊണ്ടാണ് നമ്പർ 1 ആക്കാൻ പറ്റിയത്. അവിടുത്തെ ഒരു അപാകത പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഇവിടെ പറയും ശരാശരി സ്ത്രീകളുടെ ആയുസ് 80 വയസ്സാണ്. വലിയ സത്യമാണത്. 80 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. അപ്പോൾ 90-100 വയസ്സൊക്കെ ജീവിച്ചിരുന്ന സ്ത്രീകളുണ്ട്. പുരുഷന് 73 ഉള്ളൂ. 80-നേക്കാൾ 7 വയസ്സ് പറയണം. അതിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു പറയുന്നത് നമ്മൾ തല എണ്ണിയിട്ടാണ്. ഞാൻ അമേരിക്കയിൽ ജീവിക്കാൻ 80 വയസ്സുകാരി ബോസ്, അവർ റിട്ടയർ ചെയ്തിട്ടില്ല, 80 വയസ്സ് അവർ കാർ ഓടിച്ചാണ് വരുന്നത്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അവർ ജിമ്മിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ 80 വയസ്സുകാരെ എവിടെ കിടക്കുന്ന ആലോചിക്കണം. പലരും കിടപ്പാണ്. 80കാർ കാരണം മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ആ കട്ടിലിന് ചുറ്റുമാണ്. അപ്പോൾ തല എണ്ണിയിട്ട് പറയുന്നതല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ മെച്ചമാണ്, പക്ഷേ ഈ മെച്ചമായി ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് അവർക്കോ സമൂഹത്തിനോ ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഗവേഷണ വിഷയങ്ങളാക്കാനും ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കേരളം ആരോഗ്യത്തെ നമ്മൾ നമ്പർ 1 ആണ്. അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം ഉണ്ടെന്നല്ല. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാംക്രമിക രോഗങ്ങൾ, ഇൻഫെക്ഷ്യസ് ഡിസീസ് കുറയുമ്പോൾ മനുഷ്യൻ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നത് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ചിലരൊക്കെ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ പറയും, ഇവിടെ പണ്ടൊന്നും ക്യാൻസർ ഇല്ലായിരുന്നു, ഇവിടെ അത്രയും ക്യാൻസറാണ്. ശരാശരി ആയുസ് 32 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ. ക്യാൻസർ വരുന്ന കാലം വരെ ജീവിച്ചിരിക്കണ്ടേ? എല്ലാവരും മരിച്ചു പോകുന്നില്ല. അപ്പോൾ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് പ്രമേഹം കൂടുതൽ കാണുന്നത് കേരളത്തിൽ. കേരളം ഇന്ത്യയിൽ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുള്ളതുകൊണ്ടാണ്. ആയുർദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ്. രക്തസമ്മർദ്ദം, നമ്മൾ കേരളം മോഡലേ അല്ല. ഡയബറ്റിസ്, മധ്യപ്രദേശിനോടൊക്കെ പറയാൻ പറ്റുമോ? പ്രമേഹക്കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. എന്താണ്? രോഗികളുടെ എണ്ണത്തിലാണ്. അപ്പം നമുക്കിനി പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ റോഡ് അപകടങ്ങൾ, 4000 പേര് ഒരു വർഷം മരിച്ചു പോകുന്നത്. വണ്ടി ഇടിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ പ്രശ്നമല്ല, പക്ഷേ ഇടിച്ചതിന് ശേഷം ചികിത്സ കിട്ടാതെ പോകുന്നത് ആരോഗ്യരംഗത്തിൻ്റെ പ്രശ്നമാണ്. കരുനാഗപ്പള്ളിക്കാരന് അപകടം അല്ലെങ്കിൽ അസുഖം വന്ന ആളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുവന്നിട്ട് എത്ര ആശുപത്രികൾ, എത്ര മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും കടന്നു വന്നിട്ട് മെഡിക്കൽ കോളേജിന് മുന്നിലെത്തുമ്പോൾ മരിച്ചു പോവാണ്. 24 മണിക്കൂർ അടിയന്തര ചികിത്സ കിട്ടുന്ന ഒരു ജില്ലാ ആശുപത്രി പോലും കേരളത്തിലില്ല. ഞാൻ അടുത്ത കാലത്ത്
UDFൻ്റെ ഹെൽത്ത് കമ്മീഷണർ ഇപ്പോൾ ഇത് ചെയർമാനായിട്ട് പരിശോധിക്കുമ്പോഴാണ് അത് അറിയുന്നത്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുണ്ട്. നമ്മൾ പൈസ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആലോചിക്കണം. ജനറൽ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ 1 മണിക്ക് ശേഷം അപ്പൻഡിസൈറ്റിസ് രോഗം വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ ഹൃദ്രോഗം വരികയാണെങ്കിൽ ജില്ലാ ആശുപത്രി മുന്നേ താമസിക്കുന്നതാണെങ്കിലും 1 മണിക്ക് മുന്നേ ഹൃദ്രോഗം വന്നോണം. വണ്ടി ഇടിക്കുന്ന 1 മണിക്ക് മുന്നേ ഇടിക്കണം, കാലൊടിയാണെങ്കിൽ. ഇത് യാഥാർത്ഥ്യമാണ് കേരളത്തിന്. അപ്പോൾ കേരളത്തിൽ 24 മണിക്കൂറും അടിയന്തര ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോലില്ല. അവിടെയൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ചൂണ്ടിക്കാണ്ടിക്കേണ്ടി വരുന്നത്. മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടോന്നറിയില്ലേ, ബെഡ് 4 എഫും ഉണ്ട്. 4 ബെഡിൽ കിടക്കുന്നതാണ്, F എന്ന ഫ്ലോറിൽ കിടക്കുന്നതാണ്, 4 അടി കിടക്കുന്ന അന്നുണ്ട് ഈ ഫ്ലോർ സംവിധാനം. പക്ഷെ ഇപ്പോൾ ബെഡ് നമ്പർ 4A-B ഉണ്ട്, ഒരുമിച്ചാണ് കിടക്കുന്നത്. പിന്നെ ഫ്ലോറിൽ കിടക്കുന്ന A-B ഉണ്ട്. ആ രീതിയിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആരോഗ്യരംഗത്ത് എല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, എല്ലാം ഇല്ല നമുക്ക്. ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ, പുതിയ രോഗങ്ങൾ വരുന്നു, മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട്, രോഗങ്ങൾ വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യരംഗം വലുതായിട്ടില്ല. നമ്മുടെ അച്ഛൻ പറയുകയാണ്, ഞാൻ 40 കൊല്ലം വെച്ച വീടാണ്, എനിക്കന്ന് പഞ്ചായത്ത് അവാർഡ് തന്നാൽ ഇതിനകത്ത് എല്ലാം കൂടി ജീവിച്ചോണമെന്ന് പറഞ്ഞാൽ പുതിയ മുറി വന്നിട്ടില്ല, പുതിയ ടോയ്ലറ്റുകൾ വന്നിട്ടില്ല, പുതിയ അംഗങ്ങൾ വന്നു, മരുമക്കൾ വന്നു, ചെറുമക്കൾ വന്നു. അച്ഛൻ പറയുകയാണ്, ഞാൻ അവാർഡ് കിട്ടിയ ഇവിടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കണമെന്ന് പറയുന്നത് പോലത്തെ പ്രശ്നം കേരള ആരോഗ്യരംഗത്തുണ്ട്. നമ്മുടെ പുതിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല, അത്ര അളവിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കിനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് വണ്ടി ഇടിച്ചവൻ മരിച്ചു പോകുന്നത്. വണ്ടി ഇടിച്ചവൻ ഉടനെ ചികിത്സ 10 മിനിറ്റിനകത്ത് കിട്ടിയാൽ രക്ഷപ്പെടുത്താവുന്നതിന് 100 കിലോമീറ്റർ യാത്ര ചെയ്യിച്ചിട്ടാണ് ഒരു മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് അവിടെ കിടന്ന് മരിച്ചു പോകാൻ. ഇതൊരു ദിവസം കാണുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരള മോഡലിനെ പറ്റി ഓടിച്ചൊന്ന് പറഞ്ഞാണ്. കേരളം നേടിയ നേട്ടങ്ങളെ കുറച്ച് കാണുകയല്ല. നമ്മൾക്ക് ഒരു നാട്ടിൽ പാലമില്ല, അതുകൊണ്ട് വഞ്ചി പോകണം അല്ലെങ്കിൽ നീന്തി പോകണം. അവിടെ പാലം കെട്ടുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരും. ആരോഗ്യരംഗത്ത് അങ്ങനല്ല, ഒറ്റ നടപടി എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ പുതിയ രോഗാണു ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുതിയ ഒരു പകർച്ച ഒരു പ്രദേശത്തുണ്ടായി കാണും. അപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. എല്ലാ രോഗങ്ങളും നിയന്ത്രിച്ച് വന്നപ്പോൾ പുതിയ കോവിഡ് നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത രോഗമാണ്. ക്ഷയരോഗവും മലമ്പനിയും HIV ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് വന്നപ്പോൾ കോവിഡ് വന്നു. ഇതെല്ലാം ഇപ്പോൾ ക്ഷയരോഗമൊക്കെ കൂടുകയാണ് ലോകത്ത്. കാരണം ശ്രദ്ധ മുഴുവൻ മറ്റ് കോവിഡിലേക്കായി. ഇപ്പം അങ്ങനത്തെ വളരെ ഡൈനാമിക്കായിട്ട് രംഗമാണ് ആരോഗ്യരംഗം. ഒരു മന്ത്രി, ഒരു ഗവൺമെൻറ് വന്ന് എല്ലാം പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള റീസൺസ് പറഞ്ഞു തരികയാണ്, പാർട്ടി വ്യത്യാസമില്ലാതെ. ഞാൻ ഈ ഗ്ലോബൽ എക്സ്പീരിയൻസ് അത് ഞാൻ ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഓടിച്ചില കാര്യങ്ങൾ പറയാം. എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ചുള്ള ആളാണ്. ബേസിക്കായിട്ട് എനിക്ക് മനസ്സിലായത് പാവപ്പെട്ടവൻ്റെ അവസ്ഥ എല്ലായിടത്തും മോശമാണ്. പാവപ്പെട്ടവൻ ചികിത്സ കിട്ടൂല, അത് യാഥാർത്ഥ്യമാണ്. ചികിത്സ കിട്ടിയാൽ അതോടെ അവൻ്റെ ദരിദ്രൻ പരമദരിദ്രനാവും. എൻ്റെ സുഹൃത്ത് ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ രഞ്ജിത്ത്. ഞങ്ങൾ 2-3 ദിവസമായിട്ട് ആശുപത്രികളിലാണ്. ഒരു 50 വയസ്സുകാരൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, പെട്ടെന്ന് ഹെമറ്റോമസിസ് എന്ന് പറയാൻ രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിലായി, കാർഡിയാക് അറസ്റ്റ് വന്നു. 3 ദിവസം കൊണ്ട് 11 ലക്ഷം രൂപ ചിലവായി. അയാൾ ജോലിയില്ലാത്ത ആളാണ്, നല്ല ചെറുപ്പക്കാരനായിട്ട് രാഷ്ട്രീയക്കാരനാണ്, കാബഡി ഇല്ലാത്ത ഒരാളാണ്. ഈ 11 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഞാനുൾപ്പെടെ പണം ഇട്ടിട്ട് ഇറക്കാൻ പറ്റുന്നുള്ളൂ. ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ചികിത്സ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ 50 വയസ്സുകാരനാണ്. എല്ലാ ശ്രമവും നടത്തി നോക്കി, എല്ലാ ശ്രമവും. അവസാനം മരിച്ചു, ഇന്നലെ രാവിലെ മരിച്ചുപോയി. അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ചെറുപ്പക്കാരൻ, മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അതേസമയം ഇന്നലെ കൈകാര്യം വേറൊരു ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, നല്ല പ്രായമുള്ള ആളാണ്, ന്യൂറോ സർജറി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ രോഗിയുടെ മകൻ പറഞ്ഞു, സാറേ എങ്ങനെയും ചെയ്തു നോക്ക്. അപ്പോൾ 90-കാരനെ 6 മാസം കൂടി ജീവിപ്പിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കാറുമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. എല്ലാവരും മരിക്കാതെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ട്യൂബും ഇട്ട് ഡ്രിപ്പും കൊടുത്ത് 90-കാരന് 91 വയസ്സ് വരെ ജീവിപ്പിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. അതിന് റിസോഴ്സസ് കുറവാണ്. ഉള്ള റിസോഴ്സ് എടുത്താണ് ഇവരെല്ലാവരും ചികിത്സിക്കേണ്ടത്. കൂടെ വന്നപ്പോൾ അറിയാം, എൻ്റെ സുഹൃത്തുക്കൾ അമേരിക്കയിലുണ്ടായിരുന്നവരാണ് ആദ്യം പറഞ്ഞു തുടങ്ങി. 90-കാരനിട്ടിരുന്ന വെന്റിലേറ്റർ 85,000 വരെ മാറ്റിയിട്ട് ഇയാൾ 90 മരിച്ചോട്ട് 85-കാരന് കൊടുക്കും. അവസാനം 85,000-ൻ്റെ 75,000 വരുമ്പോൾ ഇത് മാറ്റി അവന് കൊടുക്കും. അമേരിക്കയിൽ സംഭവിച്ചാണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച്. അവസാനം 35,000 വരെ എത്തി നിൽക്കും. അപ്പം ചിലയിടത്ത് നമ്മൾ 35,000 രക്ഷിക്കാൻ വേണ്ടി
85,000 മരിച്ചോട്ട് വിചാരിക്കേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യ ആരോഗ്യരംഗത്തുണ്ട്. എല്ലാ റിസോഴ്സും എല്ലാ റിസോഴ്സും നമുക്ക് ആരോഗ്യരംഗത്തുമില്ല, ഒരു രംഗത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വന്നത് പാവപ്പെട്ടവർക്ക് ചികിത്സ അസാധ്യമാണ്. അതിനാണ് പുതിയ സംവിധാനങ്ങൾ വേണ്ട. ലോകത്ത് ഒരു രാജ്യത്തും ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമില്ല. ഇംഗ്ലണ്ടിലാണെങ്കിൽ ഫ്രീ ആണ്, പക്ഷേ ടാക്സ് മുഴുവൻ ശമ്പളത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ടാക്സ് വാങ്ങുന്ന ശമ്പളക്കാരുമുണ്ട്. പക്ഷേ ചികിത്സ ഫ്രീ ആണ്. പക്ഷേ ചികിത്സിക്കാൻ കാലൊടിഞ്ഞ് ചെന്നാൽ ചിലപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്. നമുക്കിവിടെ അപ്പോൾ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കും. അമേരിക്കയിൽ പെട്ടെന്ന് ചികിത്സ നടത്തും, പക്ഷേ ഇൻഷുറൻസ് ഇല്ലാത്തവന് ചികിത്സ കിട്ടുകയില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ആരോഗ്യ സിസ്റ്റം എങ്ങുമില്ല. ഇന്ത്യയിൽ ഒരുപാട് മെച്ചമുണ്ട്. വെറും പാവപ്പെട്ടവന് ഹൃദ്രോഗം ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും. അത് അമേരിക്കയിൽ പറ്റുകയില്ല. ഇവിടെ MLA മന്ത്രി വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യും. എല്ലാം ഫ്രീ ആയി UK ചിലപ്പോൾ ആര് പറഞ്ഞാലും നടക്കില്ല. അപ്പം ഇങ്ങനത്തെ മെച്ചപ്പെട്ട ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെട്ടതല്ല. ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ദരിദ്രൻ, ഞാൻ ജീവിച്ചിട്ടുള്ള ദരിദ്ര രാജ്യങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ, സമ്പന്ന രാജ്യങ്ങളിലും. അമേരിക്കയുടെ തലസ്ഥാനത്ത് ജീവിച്ച ഒരാളാണ്. അവിടെ വീടില്ലാത്തവർ റോഡിൽ കിടക്കുന്നത് നമ്മളെക്കാൾ കൂടുതലാണ്. നമ്മളായിരിക്കും അമേരിക്ക വളരെ സമ്പന്നമാണ്. അവിടെയും ചികിത്സ കിട്ടാത്തവന്, ഇൻഷുറൻസ് കിട്ടാത്തവന് വഴി കിടന്ന് അഴുകി ചത്തുപോകുന്ന മനുഷ്യർ അമേരിക്കയിലുമുണ്ട്. അപ്പോൾ ഞാൻ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ചികിത്സയുടെ ലഭ്യതയും പാവപ്പെട്ടവന് ചികിത്സ ലഭ്യതയില്ലായ്ക ലോകത്തെല്ലായിടത്തും പ്രശ്നമാണ്. വ്യത്യസ്ത രീതികളിൽ അത് നമ്മൾ പരിഹരിച്ചേ പറ്റുള്ളൂ. നമ്മൾ മെച്ചമാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ. ഒരുപാട് പോളിസി ചേഞ്ചസ് പുതിയ ഗവൺമെൻറ് വരുമ്പോഴൊക്കെ ചെയ്യേണ്ടതുണ്ട്. പോളിസി ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം. നിങ്ങൾ എത്ര ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് കേരളത്തിൻ്റെ ആരോഗ്യ നയം കിട്ടൂല. കാരണം അങ്ങനെ സാധനം ഉണ്ടാക്കി 2013 അത് പഴയ ഗവൺമെൻറ്റാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ വന്ന്, കോവിഡ് ഉൾപ്പെടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റി. കേരളത്തിൽ 10 വർഷമായിട്ട് ഒരു പുതിയ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് ഭരിക്കുകയാണ്. ഗൂഗിൾ ചെയ്താൽ ആരോഗ്യ നയമില്ല, ഭരണഘടനയില്ലാതെ ഒരു രാജ്യം ഭരിക്കുന്ന പോലെയാണ്. നമുക്ക് ഹെൽത്ത് പോളിസി ഇല്ല. ആരും ഉണ്ടാക്കാൻ ശ്രമിച്ചത് വഴി മുടങ്ങിപ്പോയി. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്ന എളുപ്പ വരികളാണ്. ഹെൽത്ത് പോളിസി കേരളം നോക്കുക, ഇല്ല. കേരളത്തിലൊരു പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ട്, പൊതുജനാരോഗ്യ ആക്ട്. അതുണ്ടായിട്ട് 2 വർഷത്തിലധികമായി, പക്ഷേ അതിൻ്റെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇവിടെയാണ് ഇപ്പോൾ പാരസെറ്റമോൾ ആശുപത്രിയിൽ ഉണ്ടോ ഇല്ലെന്നുള്ളതിൻ്റെ അടുത്തല്ല വിഷയം. പാരസെറ്റമോൾ എത്താനുള്ള നമുക്ക് നയമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്, ബെഡ് ഉണ്ടാകാനുള്ള നയങ്ങൾ. അപ്പോൾ അവിടെ തുടങ്ങേണ്ടിയിരിക്കുന്നു. പോളിസി എന്ന് പറഞ്ഞാൽ പാച്ച് വർക്കല്ല, ഇപ്പോൾ നടക്കുന്ന പാച്ച് വർക്കാണ്. നമ്മുടെ കാറ് വിൽക്കണമെങ്കിൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങ് കൊടുക്കും, പക്ഷേ വണ്ടി എഞ്ചിൻ ഓടില്ലായിരിക്കും. അതുപോലത്തെ ശ്രമങ്ങൾ മൊത്തത്തിൽ ഉടച്ചു വാർക്കൽ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ടച്ച് ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും ഇങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ അഡ്മിഷൻ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ വന്ന് നമുക്കൊക്കെ സ്വാധീനമുള്ളൊരു മന്ത്രിസഭയൊക്കെ വരികയാണെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതാണ്. നിങ്ങളാരും മോശമായതുകൊണ്ടോ ഞാനും മോശമായതുകൊണ്ടല്ലോ, പക്ഷേ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലൂടെ. അതുകൊണ്ടാണ് നേരത്തെ കൈകൾ എണ്ണിയപ്പോൾ എണ്ണം കുറവ് വരുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മളെക്കാൾ ഒരു പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസ താല്പര്യമുള്ള ഒരാൾ പുറത്തിരിക്കുകയായിരിക്കും, നമ്മളെക്കാൾ സമർത്ഥൻ പുറത്തിരിക്കുക. സാമർഥ്യം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എൻട്രൻസ് പരീക്ഷയിലൂടെ തീരുമാനിക്കാവുന്നതല്ല. എന്നേക്കാൾ മെച്ചപ്പെട്ട പലരും ഡോക്ടറായിട്ടില്ലെന്ന് എനിക്കറിയാം, പല കാരണങ്ങളും, ബുദ്ധി കൊണ്ടും. ഞാൻ മെഡിസിൻ പഠിക്കുമ്പോൾ എൻട്രൻസിലൂടെ വന്നിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കുള്ളതിനേക്കാൾ അന്ന് +2 എനിക്ക് 90 താഴെ ഉള്ളൂ. 98% നഴ്സിംഗ് പഠിക്കുക. ഞാൻ ചുരുക്കി കൂടെ എൻട്രൻസ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു ജോലി വാങ്ങിക്കണം, നീയാണ് കുടുംബം നോക്കാനുള്ളത്, രണ്ടാമത്തെ എൻട്രൻസ് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ 2-3 എൻട്രൻസ് എഴുതിയ ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറയും, ഈ പറഞ്ഞ നഴ്സുമാർ പലരും ഇപ്പോൾ ഡോക്ടർമാരുമായി അമേരിക്കയിൽ പോയിട്ട് നഴ്സ് പ്രാക്ടീഷണേഴ്സ് ചില MD എടുത്തു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ പഠനത്തിൽ തന്നെ ഏറ്റവും അർഹതപ്പെട്ടവരാണ് മെഡിക്കൽ പഠനത്തിൽ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ ഇനിയും നിങ്ങളുടെ കോളേജുകളിലൊക്കെ വിളിച്ചാൽ ഞാൻ വരും. ഞാനത് പറഞ്ഞില്ല, എൻ്റെ സ്വന്തം ചെലവിലാണ് വരുന്നത്. വരേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് മാത്രമാണ്. ഒന്നിലൊരു അവസാന വിധി പറയാനല്ല, പ്രശ്നങ്ങളുടെ 2 വശങ്ങളും പറയാൻ കൂടിയാണ്
ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അവസാനത്തെ പോയിന്റ്, ഈ കോർപ്പറേറ്റ് സെക്ടറിൽ ആശുപത്രികൾ വാങ്ങുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്നാണ് ഞങ്ങൾ കുറച്ച് പേര് ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ പറയുകയാണ്, കോർപ്പറേറ്റ് സെക്ടറൊക്കെ മുഴുവൻ അമേരിക്കൻ കമ്പനികൾ വാങ്ങിക്കുകയാണ്, അവരെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾക്കിത് പറയുന്നത്. ഗവൺമെൻറ്റിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് ഗവൺമെൻറ്റിനെ തകർത്തിട്ട് പ്രൈവറ്റ് സെക്ടറിനെ സഹായിക്കാനാണ്. ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് പറയുന്നത്. നമുക്കെന്ത് കാര്യമാണ്? അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ആരോഗ്യമന്ത്രിമാർ പോലും ആ വിഷയത്തിൽ അറിവില്ലാത്തവരായി പോകുന്ന ഒരു ദൗർഭാഗ്യമുണ്ട്. അത് രാഷ്ട്രീയമോ പാർട്ടിയോ അല്ല പറയുന്നത്, പൊതുവെ അങ്ങനെ ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ അവകാശമുള്ള വിഷയമാണ്, സംസ്ഥാന വിഷയമാണ്. സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത് പോളിസി. ഇവിടെ പ്രൈവറ്റ് ആശുപത്രികളെല്ലാം മറ്റ് കമ്പനികൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ മാറിയത് കരയേണ്ട ആളല്ല ആരോഗ്യമന്ത്രി. പൊതുജനാരോഗ്യ ആക്ട് വായിച്ചു നോക്കണം. അവിടെ തന്നെ പറയുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അധികാരി എന്നാണ്, മന്ത്രി പോലുമല്ല. അപ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികൾ വിദേശ കമ്പനികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അതിലിടപെടേണ്ടത് ആരോഗ്യവകുപ്പാണ്. മാറിയിരുന്ന് കരയാനുള്ള ഉത്തരവാദിത്വമല്ല ഗവൺമെൻറ് മന്ത്രിമാർക്കുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ നടന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് എന്തൊക്കെ താല്പര്യങ്ങൾ പ്രവർത്തിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയൊരു മറുവശമുണ്ട്. ഞാനീ പറഞ്ഞ 11 ലക്ഷം രൂപ ചിലവായ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ കൈയടിച്ചേനെ ആശുപത്രി രക്ഷപ്പെടുത്തി എന്നുള്ളത്. മരിച്ചുപോയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത്ര ആധുനിക ചികിത്സകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഇത്തരം രോഗികൾ ചിലർ ചികിത്സ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. 2 രോഗികളുടെ, വ്യത്യസ്ത രോഗികളുടെ ഒരു ആശുപത്രിയിൽ കാല് മുറിക്കണമെന്ന് ഏറ്റവും വലിയ ആശുപത്രിയിൽ പറഞ്ഞ 2 രോഗികളെ കാല് മുറിക്കാതെ മറ്റൊരു ഡോക്ടറെ രക്ഷപ്പെടുത്തി മറ്റൊരു ആശുപത്രിയിൽ. അപ്പോൾ ഡോക്ടർമാർക്കിടയിൽ തന്നെ വൈദഗ്ധ്യത്തിലും സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, റിസ്ക് എടുക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അത്രയും ഡിഫറൻ്റാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാധ്യതകളുള്ളപ്പോൾ വലിയ ആശുപത്രികളും കോർപ്പറേറ്റ് ആശുപത്രികളും വരുന്നത് തെറ്റാണ് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അപ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നുകൊണ്ടാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കട്ടിൽ ഒഴിവായി കിട്ടുന്നത്. അല്ലെ അവിടെ വന്ന് മുഖ്യമന്ത്രി കിടന്നാൽ പിന്നെ ആ പ്രദേശത്തുകളിൽ കിടത്താൻ പറ്റും. യാഥാർത്ഥ്യമാണ്. ആരോഗ്യമന്ത്രി പ്രൈവറ്റ് ആശുപത്രി പോകണതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഉൾപ്പെടെ എൻ്റെ കാലൊടിച്ചപ്പോൾ ഞാൻ പോയത് പ്രൈവറ്റ് ആശുപത്രിയിലാണ്. കാരണം ഞാൻ പോയി അവിടുത്തെ സർക്കാർ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ വേറെ പാവപ്പെട്ടവൻ താഴെയായിപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഈ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് വളരുന്നത് ഗവൺമെൻറ്റിൻ്റെ പരാജയം വളർത്തി ഗവൺമെൻറ് പറ്റാത്തിടത്തുമാണ്. നിങ്ങൾ ഓട്ടോറിക്ഷ കയറാറില്ലേ? പ്രൈവറ്റ് ബസ്സിൽ കയറാറില്ലേ? ടാക്സി കയറാറില്ലേ? ഇത് ഗവൺമെൻറ്റാണ്, അത് പ്രൈവറ്റാണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പലയിടത്തും വേണ്ടി വരും. പക്ഷേ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യും. ഓട്ടോറിക്ഷക്കാരൻ അയാളുടെ ചാർജ് തീരുമാനിക്കാൻ പറ്റും. സർക്കാർ പറയും കിലോമീറ്റർ ഇത്ര രൂപയാണ്. പ്രൈവറ്റ് ബസ്സിലും ബസ് ടിക്കറ്റ് അവരുടെ ഇഷ്ടത്തിനല്ല, ഗവൺമെൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻ വേണം. ഇത് നമ്മൾ അറിയണം. പ്രൈവറ്റ് എല്ലാം മോശമാണെന്ന് പറയുന്നത് കാപട്യമാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയി ചികിത്സിക്കുമ്പോൾ ഒളിച്ച് പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി കിടക്കുമ്പോൾ രഹസ്യമായിട്ട് കിടക്കേണ്ടി വരുന്നത്. സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ മേഖല ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈവറ്റ് ബസ്സുകൾ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വീടുകളിൽ എത്താൻ പറ്റില്ല. ഓട്ടോറിക്ഷ നിരോധിച്ചു കഴിഞ്ഞാൽ കേരളം നിശ്ചലമായിപ്പോയി. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെങ്ങനെ ഗവൺമെൻറ് ഉപയോഗിക്കുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. പ്രൈവറ്റ് ബസ്സിലെ ചാർജും KSRT ബസ്സിലെ ചാർജും സെയിമാണ്. അത് ഗവൺമെൻറ് റെഗുലേഷൻ, അങ്ങനെയാണ് ഇടപെടേണ്ടത്. പ്രൈവറ്റും അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ വെല്ലൂർ കൊണ്ടുപോകും, ബോംബെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ചികിത്സിക്കാൻ പറ്റുന്നത് ആധുനിക ഉപകരണങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടാണ്. പക്ഷേ അവിടെ ഗവൺമെൻറ് ഇടപെടണം. 20,000 രൂപയ്ക്ക് ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് വേറെ ആൾ, അയാളുടെ പേര് മെഡിക്കൽ മേഖലയിലും ഉണ്ട്, മമ്മൂട്ടി മോഹൻലാലും ഒക്കെ. അങ്ങനെയൊന്നും യാഥാർത്ഥ്യമില്ല. ഏതാണ്ടൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആകേണ്ടതാണ്. പക്ഷെ ഒരു ഡോക്ടർ 20,000 രൂപയ്ക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ വേറെ ഡോക്ടർ 20 ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ ഗവൺമെൻറ് ഇടപെടണം. അത്തരം മേഖലയിൽ നമുക്ക് ഒരു നിയമങ്ങളോ ഉള്ള നിയമങ്ങൾ പാലിക്കപ്പെടലോ ഇല്ല. അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് അതൊരു തെറ്റാണ്, ധരിച്ചു പോരുത്. നമ്മുടെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഗവൺമെൻറ് മേഖല പുഷ്ടിപ്പെടുത്തണം. ഗവൺമെൻറ് ആശുപത്രികൾ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ പ്രൈവറ്റ് ആശുപത്രി പോകേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ അടിയന്തര ചികിത്സ ജില്ലാ ആശുപത്രി കിട്ടാത്തത് കൊണ്ടാണ് ജനങ്ങൾ പിന്നെ പോകുന്ന മെഡിക്കൽ കോളേജിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബഹളവും തിരക്കും ഒക്കെ കണ്ടിട്ട് ഞാൻ ഉൾപ്പെടെ രോഗി അവിടെ തിരിച്ചു കൊണ്ടുപോകാറുണ്ട്. അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഈ പാവപ്പെട്ട ഒരു ചെന്നെത്തുന്നത് പ്രൈവറ്റ് ആശുപത്രിയിലാണ്.
5 രൂപ കയ്യിലില്ലാത്ത സ്ത്രീക്ക് ഇന്നാൾ 12 ലക്ഷം രൂപ ചികിത്സയായി. ഒരു സ്ത്രീ ചുമട്ട് തൊഴിലാളിക്ക് ട്രേഡ് യൂണിയൻ നടന്ന് പിരിക്കുകയാണ്. 12 ലക്ഷം എത്ര ദിവസം കൊണ്ട് പിരിക്കാൻ പറ്റും? ഇത്തരം യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ചിലരുടെ ചികിത്സ പ്രൈവറ്റിൽ പോലും സൗജന്യമാക്കാൻ ഗവൺമെൻറ് ഇടപെടേണ്ടി വരും. ഇടപെട്ടുണ്ട്. അടിയന്തര ചികിത്സ എല്ലാ പ്രൈവറ്റ് ആശുപത്രിയും കൊടുക്കണം. പക്ഷേ കോടികൾ ഗവൺമെൻറ് കൊടുക്കാത്തതുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ അവരെടുക്കുന്നില്ല. പോട്ട് റെഫർ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഓടിച്ച ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചാണ്. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങൾ നിങ്ങളുടെ താല്പര്യാനുസരണം നിങ്ങൾ പഠിക്കാവുന്ന, ഗവേഷണം പോലും ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചില വിഷയങ്ങൾ, ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചർച്ചകൾ നമുക്ക് ഇനിയും തുടരാം. വ്യക്തിപരമായിട്ടൊക്കെ എന്നെ സമീപിക്കാം, ഇമെയിലിലൂടെ, വാട്സാപ്പിലൂടെയൊക്കെ. ഇവിടെ വരാനും എനിക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിന് എൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് നിങ്ങളോട് നന്ദി പറയുന്നു. നമസ്കാരം.